ഫ്രണ്ട്സ്, അവസരത്തിനായിട്ട് കാത്തിരിക്കുകയാണോ? എന്തിന്? കേരളം അവസരങ്ങളുടെ ഒരു കൂമ്പാരമാണെന്നുള്ള സത്യം നിങ്ങൾക്കറിയോ? നല്ല വിദ്യാഭ്യാസവും സർട്ടിഫിക്കറ്റുകളുമായി ഒരു ജോലിക്കായി കാത്തിരിക്കുകയാണോ നിങ്ങൾ? അതോ സ്വന്തമായി ഒരു സംരംഭം തുടങ്ങി 4 പേർക്ക് ജോലി കൊടുക്കണോ? 4 പേർക്ക് എന്ന് പറഞ്ഞാൽ 4 കുടുംബമാണെന്ന് ആലോചിക്കണേ. രണ്ടാമത്തെ വഴിയാണ് നിങ്ങളുടെ ഇഷ്ടമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഓരോ വർഷവും ആയിരക്കണക്കിന് ചെറുപ്പക്കാർ നമ്മുടെ കോളേജുകളിൽ നിന്ന് പഠിച്ചിറങ്ങുന്നുണ്ട്. അത്രയും പേർക്ക് കൊടുക്കാൻ ഇവിടെ പുതിയ ജോലികളുണ്ടോ? ഇല്ല. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു ജോലി അന്വേഷകൻ എന്നതിൽ നിന്ന് ഒരു തൊഴിൽ ദാതാവ് എന്ന റോളിലേക്ക് നമുക്കൊന്ന് മാറിയാലോ? നിങ്ങൾക്ക് പ്രചോദനമായി ഞാനൊരു കഥ പറയാം. ബികോം പാസ്സായിട്ടും ജോലി കിട്ടാതെ നിരാശനായ ഒരു അരുണിൻ്റെ കഥ. ഒരു ദിവസം അമ്മ അടുക്കളയിൽ മസാല പൊടിക്കുന്നത് കണ്ടപ്പോൾ അവൻ്റെ തലയിൽ ഒരു ബൾബ് കത്തി. എന്തുകൊണ്ട് ഇതൊരു ബിസിനസ് ആക്കിക്കൂടാ? കയ്യിലുണ്ടായിരുന്ന ചെറിയ സമ്പാദ്യം കൊണ്ട് തുടങ്ങിയ ആ സംരംഭം പതിയെ വളർന്നു. ഇന്ന് അമ്മച്ചിക്കൂട്ടുകൾ എന്ന പേരിൽ അരുണിൻ്റെ ബ്രാൻഡ് ആ നാട്ടിൽ പ്രശസ്തമാണ്. ഒരു ജോലിക്കായി അലഞ്ഞ അരുൺ ഇന്ന് 5 പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു സംരംഭകനാണ്. ഇതൊക്കെ പ്രായോഗികമാണോ എന്ന് സംശയിക്കേണ്ട. കേരളം അവസരങ്ങളുടെ ഒരു ഖനിയാണ് എന്ന് പറഞ്ഞത്. പ്രത്യേകിച്ചും FMCG അഥവാ ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമബിൾ ഗുഡ്സ് രംഗത്ത് നമ്മൾ ഇന്നും അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചുറ്റും കാണുന്ന നമ്മൾ നിത്യേന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും അന്യ സംസ്ഥാനങ്ങൾ, അയൽ സംസ്ഥാനങ്ങളിൽ നിന്നാണ് നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്. അതെന്തുകൊണ്ട് നമുക്ക് ഇവിടെ ഉണ്ടാക്കിക്കൂടാ? അതായത് നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന സോപ്പും പേസ്റ്റും കറിപ്പൊടികളും പോലുള്ള സാധനങ്ങൾക്ക് എപ്പോഴും മാർക്കറ്റുണ്ട്. എന്തുകൊണ്ട് കേരളം മികച്ചതാണ്? നമുക്ക് അസംസ്കൃത വസ്തുക്കളുണ്ട്, വാങ്ങാൻ കഴിവുള്ള ആളുകളുണ്ട്, സാങ്കേതിക പരിജ്ഞാനമുള്ള യുവത്വമുണ്ട്, ഒപ്പം സർക്കാർ പിന്തുണയുമുണ്ട്. വെറുതെ ചിന്തിച്ച് നോക്കും. നമ്മുടെ തേങ്ങ, വെളിച്ചെണ്ണ മാത്രമല്ല, കോക്കനട്ട് ചിപ്സും മിൽക്ക് പൗഡറുമാക്കി വിൽക്കാം. മായം ചേർക്കാത്ത നാടൻ മസാലക്കൂട്ടുകൾക്കും കപ്പ, ചക്ക, ചിപ്സുകൾക്കും എപ്പോഴും ആവശ്യക്കാരുണ്ട്. കെമിക്കലില്ലാത്ത സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്കും വലിയ വിപണിയാണ്. പിന്നെ അതൊന്നും കൂടാതെ നമ്മുടെ നിത്യേന നമ്മൾ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും വളരെ ഈസി ആയിട്ട് ചെറിയ മുതൽ മുടക്കിൽ നമ്മുടെ അടുത്ത് തന്നെ നിർമ്മിക്കാവുന്നതാണ്. അതെന്താണെന്ന് നിങ്ങളുടെ ഐഡിയക്കനുസരിച്ച്, നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് കണ്ടെത്തുക. തുടങ്ങാൻ പണമോ സ്വാധീനമോ വേണ്ടേ എന്ന് ഓർത്ത് പേടിക്കേണ്ട. കൃത്യമായൊരു പ്ലാനാണ് ആദ്യം വേണ്ടത്. സംരംഭം തുടങ്ങാൻ സഹായിക്കുന്ന മുദ്രാ ലോൺ പോലുള്ള നിരവധി സർക്കാർ പദ്ധതികളുണ്ട്. ലൈസൻസുകളായി ഇപ്പോൾ KSIFT പോലുള്ള ഓൺലൈൻ സംവിധാനങ്ങളുമുണ്ട്. മാർക്കറ്റിങ്ങിനായി നിങ്ങളുടെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഉപയോഗിക്കാം. ഇനി നിങ്ങളുടെ ഒഴിവാണ്. കൂട്ടുകാരെ, കാത്തിരിക്കുന്നവരുടെ കൂട്ടത്തിൽ നിൽക്കണോ അതോ അവസരങ്ങൾ സൃഷ്ടിക്കുന്നവരുടെ ലോകത്തേക്ക് വരണോ? നിങ്ങളുടെ ജീവിതം തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ മനസ്സിലെ ആ ബിസിനസ് ഐഡിയയ്ക്ക് ചിറകുകൾ നൽകുക. ധൈര്യത്തോടെ ഒരു ചുവട് മുന്നോട്ട് വെക്കുക. നിങ്ങളുടെ സംരംഭകത്വ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? താഴെ കമൻറ്റ് ചെയ്യൂ. ഈ വീഡിയോ ഒരു പുതിയ ചിന്ത തന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഒരു പക്ഷേ ഈ വാക്കുകൾ ഒരാളുടെയെങ്കിലും ജീവിതത്തിൽ വഴിത്തിരിവായേക്കാം.